blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഈ എപ്പിസോഡിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി വേഗത്തിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാലും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ലൂസി മഹേഷിനായും ജയ് സൈമണിന് വേണ്ടിയും കർത്താവെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലേയമോൾക്കായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ അനുഗ്രഹങ്ങൾ ആ കുഞ്ഞിൻ്റെ മേൽ പ്രത്യേകമായ നിലയിൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളിയാഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇഷിതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവളുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങൾ, ജന്മദിന നന്മകൾ, എല്ലാ നിലകളിലുമുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ലിയമോൾ ആൻഡ് ഇഷിത മോൾ. ഗോഡ് ബ്ലെസ് യു. കർത്താവെ, അതോട് ചേർന്ന് ദൃശ്യമോൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനീതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും കർത്താവ് വിദ്യാഭ്യാസത്തിലും ആത്മീയ നന്മകളിലും കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ കുടുംബങ്ങൾ രണ്ടും യേശു കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, KC മാത്യുവിനായും അന്നമ്മ മാത്യുവിനായും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും കർത്താവെ ഷുഗർ പ്രോബ്ലത്തിൽ നിന്നും കർത്താവെ അങ്ങ് വിടുവിക്കണമേ. ഡിസിനസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവർക്ക് ദൈവം കൊടുത്ത 6 മക്കളും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോലഞ്ചേരിയിൽ നിന്നുള്ള അനുവിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾ കർത്താവെ ഏറ്റവും ഭംഗിയായി കർത്താവ് ചെയ്തു കൊടുക്കണമേ. ഖാനാവിലെ വീട്ടിൽ കർത്താവ് അത്ഭുതം ചെയ്തതുപോലെ ഈ വീട്ടിലും അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു സ്ഥലത്തിൻ്റെ വിൽപ്പനയ്ക്കായി അവർ ആഗ്രഹിക്കുന്നു. കർത്താവെ, അതും അങ്ങ് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. വരുവാനിരിക്കുന്ന ആ മകളുടെ വിവാഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you sponsors for sponsoring today's episode. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. LMS കോമ്പൗണ്ട്, തിരുവനന്തപുരം. ഒക്ടോബർ 4, 5, 6 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484422211. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. തുടർന്ന് ഇന്നത്തെ അടുത്ത ഐറ്റംസിലേക്ക് നമ്മൾ പോവുകയാണ്. പതിവ് പോലെ നിങ്ങൾ ഇന്ന് ഒരു മിറക്കിൾസ് ടുഡേ വാച്ച് ചെയ്യും. അതിനുശേഷം ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകും. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
സഹോദരിയുടെ പേര് സൂസൻ, അടുത്ത് നിൽക്കുന്നത് പ്രിയ മകൾ. തൻ്റെ 2011 ആ കുഞ്ഞിൻ്റെ വലത്തെ കണ്ണിന് മുകളിൽ ഒരു ചെറിയ കുരു വന്നു. അത് മുഴ പോലെയായി, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് വലിയതായി, ഭയങ്കരമായിട്ട് വലുതായി, ഭയങ്കരമായിട്ട് വിസിബിളായിട്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലത് വലുതായി. ഏകദേശം 14 മാസത്തോളം തൻ്റെ കണ്ണിന് മുകളിൽ ആ കുരു ഉണ്ടായിരുന്നു. ഒരു വർഷത്തിലധികം ആ ഒരു മുഴ അതുപോലെ തന്നെ നിന്നിരുന്നു. ആ കണ്ണിന് മുകളിലാണ് അത് വന്നത്. അതെ, അവർ ചില നാളുകൾക്ക് ശേഷം ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ചില ആളുകളുടെ കണ്ണിന് മുകളിൽ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് കുരു വരുന്നത് പോലെ, അതുപോലെയുള്ള പെർമനൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കുരുവാണ്, അത് അവിടെ നിന്ന് പോകില്ല, അതുപോലെ തന്നെ ഇരിക്കുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് നമുക്കത് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഭാവിയിൽ അതുകൊണ്ട് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കുറച്ച് നാളുകൾക്ക് മുൻപ് കാണാൻ തുടങ്ങിയ വളരെ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിൻ്റെ പെർമനൻ്റ് ആയിരിക്കുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ ആ മുഴ പതുക്കെ ചുരുങ്ങി വളരെ പെട്ടെന്ന് അത് പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണിന് മുകളിൽ അങ്ങനെ ഒരു കുരുവില്ല. അതിനിടയിൽ അവർ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചിരുന്നു. അതുപോലെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിലൂടെ ബ്രദറും ഇങ്ങനെ കണ്ണിന് കുഴപ്പമുള്ളതൊക്കെ ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ വളരെ വേഗത്തിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യാതെ മാറില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ആ കുഞ്ഞിൽ നിന്ന് കരയുകയാണ്. ആ കുഞ്ഞിന് ആ ഒരു സൗഖ്യം കർത്താവ് നൽകി. ഒരു വർഷത്തിലധികം ഈ കുഞ്ഞ് സഹിച്ചു. അതുമായിട്ട് എപ്പോഴും നടക്കണമായിരുന്നു. എന്നാൽ ആ കുഞ്ഞിൻ്റെ കുരു പോലെ, മുഴ പോലെ നിന്നിരുന്നത് യേശു കർത്താവ് എടുത്തു മാറ്റി. എനിക്കൊരു മെസ്സേജ് നിങ്ങളോട് പറയാനുള്ളത്, നത്തിങ് ഈസ് പെർമനൻറ്റ്. നത്തിങ് ഈസ് പെർമനൻറ്റ്. എവറി പ്രോബ്ലം ഈസ് ടെമ്പററി. മോളെ, ആരാണ് മോൾക്ക് ഈ സൗഖ്യം തന്നത്? ജീസസ്. പ്രാർത്ഥിച്ചപ്പോഴേക്കും എങ്ങനെ ഇത് മാറിപ്പോയി? കുറച്ച് അങ്ങ് മാറിപ്പോയി. ഇതുണ്ടായിരുന്ന സമയത്ത് പെയിനൊക്കെ ഉണ്ടായിരുന്നോ? അതോ പെയിൻ ഇല്ലായിരുന്നു, എല്ലാവരും ചോദിക്കുമായിരുന്നു എന്നോട്. പക്ഷെ ഇതിങ്ങനെ മുളച്ചിരിക്കുന്നതുകൊണ്ട് ചോദിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇത് മാറിപ്പോയിട്ട് നമുക്ക് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, കുറേ സന്തോഷമുണ്ട്. എത്രയുണ്ട് സന്തോഷം? കുറേ സന്തോഷമുണ്ട്. കർത്താവ് കുഞ്ഞിനത് മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇത് കാണുമ്പോൾ ബാലന്മാർ അവരുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കെല്ലാം കർത്താവെ ഒരു വിടുതൽ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞതാണ് മാറില്ലെന്ന്. പക്ഷേ യേശു ഉറപ്പിച്ച് പറഞ്ഞു മാറും. ഇവർ വിശ്വസിച്ചതുകൊണ്ട് ഇന്ന് കർത്താവെ കടനീരോട് ഈ സാക്ഷ്യം പറയാൻ ഈ കുഞ്ഞിനെ നീ ഇടയാക്കിയതിനാൽ നന്ദി പറയുന്നു. ഈ സാക്ഷ്യം കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. I'm coming from a family which was very, very limited in almost every area of life. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും തന്നെ വളരെയധികം പരിധികൾ ഉണ്ടായിരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. But when I understood the keys from the scriptures, it started changing me. എന്നാൽ ദൈവവചനത്തിൽ ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ചില താക്കോലുകൾ ഞാൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞാൻ വേഗത്തിൽ പുറത്തു വരാൻ തുടങ്ങി. And brothers and sisters, I'm just going to share those keys with you. ആ താക്കോലുകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. Of course, God can give you an overnight miracle. ഞാൻ നിശ്ചയമായിട്ടും ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. But always remember, Jesus is not a magician. എന്നാൽ എല്ലായ്പ്പോഴും ഓർക്കുക, യേശു കർത്താവ് ഒരു മാന്ത്രികനല്ല. But he is a genuine miracle worker. എന്നാൽ അവൻ യഥാർത്ഥത്തിലുള്ള ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. Everybody says Jesus is a miracle worker. എല്ലാവരും കൈകൾ ഉയർത്തി എന്ന് പറയാമോ? യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. പറഞ്ഞാലും sometimes he works in our lives in such a way that he will lead us course progress step by step. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുള്ള ചില അനുഗ്രഹങ്ങളിലേക്ക് അവൻ നമ്മെ പടിപടിയായി പുരോഗമിച്ചു കൊണ്ടുപോകുന്ന ആളാണ്. He will just bless the works of your hands. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ അവൻ ചിലപ്പോൾ അനുഗ്രഹിക്കുന്നു. He will bless our wisdom.
അതുമാത്രമല്ല നമ്മുടെ ജ്ഞാനത്തിന്റെ ഭാഗത്തെ അറിവിനെ അവൻ അനുഗ്രഹിക്കും. He will give us practical wisdom, practical steps as to what to do in each circumstances. ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള പ്രായോഗിക ജ്ഞാനം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കും. How many of you know that we are in the New Testament period today? നിങ്ങൾ എത്ര പേർക്കറിയാം നാം ഇപ്പോൾ ജീവിക്കുന്നത് പുതിയ നിയമ കാലയളവിലാണ് എന്നുള്ള കാര്യം? That means we are in the Jesus generation. അതിന്റെ അർത്ഥം നാം എല്ലാവരും യേശുവിന്റെ കാലഘട്ടത്തിലാണ്, തലമുറയിലാണ് ജീവിക്കുന്നത്. Always that is the base or foundation for this teaching. ഈ പഠിപ്പിക്കലിന്റെ, ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഈ കാര്യമാണ്. Hallelujah. ഹല്ലേലൂയ. So everyone should know that I am in the Jesus generation period. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, ഞാൻ ഇന്ന് ജീവിക്കുന്നത് യേശുവിന്റെ തലമുറയുടെ കാലഘട്ടത്തിലാണ്. So step number 1 is this: know the Jesus package. ഒന്നാമത്തെ പടി ഇതാണ്, എഴുതിയെടുക്കുക, യേശുവിന്റെ പാക്കേജ് മനസ്സിലാക്കുക. I believe you have a book called Galatians in your Bible. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ബൈബിളിനകത്ത് ഗലാത്യർക്ക് എഴുതിയുള്ള ഒരു ലേഖനമുണ്ടോ? If you can march to Galatians chapter 3. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് മാർച്ച് ചെയ്യാം. Verse number 14. അതിന്റെ 14-ാമത്തെ വചനം. He redeemed us. He means Jesus. Jesus redeemed us in order that the blessing given to Abraham might come into the Gentiles through Christ Jesus, so that by faith we might receive the promise of the Spirit. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ വിജാതിയർക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദാനം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. Hallelujah. ഹല്ലേലൂയ. Can you shout a hallelujah? ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? All right. This verse says Jesus Christ redeemed us. ഈ വചനം പറയുന്നു യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തു. For what? എന്തിനു വേണ്ടി? So that we may be blessed with the Abrahamic blessing. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ അനുഗ്രഹത്താൽ നാമും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി. We means the Gentiles, the non-Jews. നാം എല്ലാവരും തന്നെ യഹൂദന്മാരല്ലാത്തവരായതുകൊണ്ട് ജാതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Hallelujah. ഹല്ലേലൂയ. God's redemption is not just for the Jews but for every Gentile nations in the world. That means the Lord is not excluding anyone from his redemption. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത് യഹൂദന്മാർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമല്ല, മറിച്ച് യഹൂദ ഇതര വംശജർക്ക്, ജാതികളായിട്ടുള്ള എല്ലാവർക്കും വീണ്ടെടുപ്പ് അവകാശമാക്കാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിൽ ദൈവം എല്ലാ ജാതി വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. Hallelujah. Hallelujah. That means from this front row, second row, third row, every row, even people in the lobby, all of you listen to me. You deserve a redemption from the Almighty God. ഇവിടെ ഇരിക്കുന്ന 1-ാം നിരയിൽ, 2-ാം നിരയിൽ, 3-ാം നിരയിൽ തുടങ്ങി അങ്ങ് ലോബിയിലിരിക്കുന്ന ആളുകൾ വരെയും ദയവായി എന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ്. 1 Peter chapter 3 verse number 9 says, 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നാലും അതിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം പറയുന്നു, we are called so that we may inherit a blessing. അവിടെ നാം കാണുന്നു, ഇങ്ങനെ അനുഗ്രഹം അവകാശമാക്കുവാനാണല്ലോ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. Matthew chapter 6 മത്തായിയുടെ സുവിശേഷം 6:31, 32 and 33. So do not worry, saying, what shall we eat, or what shall we drink, or what shall we wear? For the pagans run after all these things, and your heavenly Father knows that you need them. But seek first his kingdom and his righteousness, and all these things will be given to you as well. അതുകൊണ്ട് ഞങ്ങൾ എന്തു തിന്നും,
എന്തു കുടിക്കും, എന്ത് ധരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാകുലപ്പെടരുത്. വിജാതീയരാണ് ഈ വക അന്വേഷിക്കുന്നത്. ഈ വക അന്വേഷിക്കുന്നത് വിജാതീയരാണ്, വിശ്വാസം ഇല്ലാത്തവരാണ്, യേശുവിൽ വിശ്വസിക്കാത്തവരാണ്, ദൈവം ഇല്ലാത്തവരാണ്. റൈറ്റ്. ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനറിയാം. Your heavenly Father knows that you need all these stuff. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയാം. Hallelujah. ഹല്ലേലൂയ. But who are the people who are hunting after these things? എന്നാൽ ഏത് ആളുകളാണ് ഇതിന്റെ പിന്നാലെ വേട്ടയാടി നടക്കുന്നത്? Actually godless people. അവരുടെ പേരാണ് ദൈവമില്ലാത്ത ആളുകൾ. Hallelujah. ഹല്ലേലൂയ. You are not orphans. നിങ്ങൾ ആരും അനാഥരല്ല. Hello. ഹലോ. You have a heavenly Father. നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ടെന്ന് ഓർക്കണം. Only your faith in the heart will connect you to the heavenly Father. എന്നാൽ ഈ സ്വർഗീയ പിതാവിനോട് ബന്ധിപ്പിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം ഒന്ന് മാത്രമാണ്. So many people are disconnected, dislinked, separated from the heavenly Father, but you are called to be connected to the heavenly Father. എന്നാൽ ഓർക്കുക, ഒത്തിരി ആളുകളും സ്വർഗീയ പിതാവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നിന്ന് അകന്ന് ഈ ബന്ധത്തെ വിച്ഛേദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും സ്വർഗീയ പിതാവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. I am going to proclaim a truth this morning. ഇന്ന് രാവിലെ ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. You are all blessed because you have a heavenly Father to take care of your life. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സ്വർഗീയ പിതാവുള്ളവരായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ചില പെൺകുട്ടികൾ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട്, എനിക്ക് ബ്രദർ ഇല്ല, എൻ്റെ ഫാദർ മരിച്ചുപോയി, ആരെന്നെ കല്യാണം കഴിപ്പിച്ചു വിടും? My reply, you have a heavenly Father. He will take care of all your needs. That's what the Bible says. എന്നാൽ ഞാൻ പറയട്ടെ, അതിനുള്ള ഉത്തരം ഇതാണ്. നിങ്ങൾക്ക് ഒരു സ്വർഗീയ പിതാവുണ്ട്. അവൻ നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, റിസ്ക് എടുക്കുവാൻ തയ്യാറാണ്. Some ladies say, I have no husband, I am a widow. Who will take care of me? ചില സഹോദരിമാർ പറയാറുണ്ട്, എനിക്ക് ഭർത്താവില്ല, ഞാനൊരു വിധവയാണ്, ആരെന്നെ സഹായിക്കും? Dear lady, let me tell you something. Let me try to convince you. You have a heavenly Father, and He is looking down from the heavenly throne, smiling at you, and He promises you, I will take care of every one of your needs. എന്നാൽ സഹോദരി, മാന്യ സഹോദരി, നിന്നോട് പറയട്ടെ, നിനക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. അവൻ സ്വർഗാദി സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരുന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് നിന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ നിന്റെ സഹായകനായിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്ക് വാഗ്ദാനം നൽകുകയാണ്. Somebody say amen. എത്ര പേര് ആമേൻ കൈ ഉയർത്തിയിട്ട് Somebody പറയും? say hallelujah. ശബ്ദം ഉയർത്തിയിട്ട് ഹല്ലേലൂയ. Somebody shout, I love you, heavenly Father. എത്ര പേർ കൈ ഉയർത്തിയിട്ട് പറയും, പിതാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു? Now there are so many thousands of questions in the Bible. ഈ ബൈബിളിൽ അനേകായിരങ്ങൾ ചോദ്യങ്ങളുണ്ട്. And many questions, many sentences. After the sentence there is a question mark, and these question marks are towards us. ബൈബിളിൽ ഒത്തിരി ചോദ്യങ്ങളിൽ അവസാനമായിട്ട് ചോദ്യചിഹ്നം ഉണ്ടായിരിക്കും. ഈ ചോദ്യങ്ങളിൽ മിക്കവാറും ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. Romans 8:32 is one such question. നമ്മോട് ചോദിക്കുന്ന അത്തരം ഒരു ചോദ്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനം. This verse is a question, and it says, He who did not spare his own son, that is our heavenly Father, but gave him up for us all, how will he not also along with him graciously give us all things? സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വന്തം പുത്രനെ തന്നെ ഏൽപ്പിച്ചു തന്നവൻ ആ പുത്രനോടൊപ്പം സകലതും കൃപയാൽ നമുക്ക് നൽകാതിരിക്കുമോ? This is called Jesus package. ഇതിനെയാണ് യേശുവിന്റെ പാക്കേജ് പദ്ധതി എന്ന് പറയുന്നത്. That is my term. That's how I call it. This is called Jesus package. എന്റെ വാക്കുകളാണിത്, ഞാൻ കൊടുക്കുന്ന നിർവചനമാണിത്, യേശുവിന്റെ പാക്കേജ് പദ്ധതി. Many products, they have
family package. പല ഉൽപ്പന്നങ്ങൾക്കും ഫാമിലി പാക്കേജ് എന്ന പേരിൽ ചില കാര്യങ്ങളുണ്ട്. Even ice cream has family package. ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഫാമിലി പാക്കേജ് ഉണ്ട്. There are single bowls, balls, cups, corns, but there is family package. അത് കൊച്ചു ബൗളുകളിലായിട്ട്, ബോളുകളിലായിട്ട്, കപ്പുകളിലായിട്ട്, കോണിലൊക്കെ ഐസ്ക്രീം വാങ്ങിക്കാൻ ലഭിക്കുമെങ്കിലും ഫാമിലി പാക്കേജ് ആയിട്ടും ഐസ്ക്രീം വാങ്ങിക്കാം. Hello. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഹലോ. In the same way, God says, അതുപോലെ തന്നെ ദൈവം പറയുകയാണ്, the heavenly Father gave you Jesus himself, the only son of the Father. സ്വർഗീയ പിതാവ് തനിക്കുണ്ടായിരുന്ന ഏക പുത്രനെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. The heavenly Father gave us not ice cream, but he gave us what? Jesus himself, the only son. സ്വർഗീയ പിതാവ് നമുക്ക് ഐസ്ക്രീം അല്ല തന്നിരിക്കുന്നത്, മറിച്ച് അവനുള്ള ഏകപുത്രനായ വിലയേറിയ പുത്രനായ യേശുവിനെ തന്നെ അവൻ നമുക്കായി തന്നു. And then the question is this. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, if the Father was willing to give us his own son, will he not give you all things along with Jesus package? അവിടെ ഈ ചോദ്യം ഇതാണ്, സ്വർഗീയ പിതാവ് തന്റെ സ്വത്തായ തന്റെ പുത്രനായ യേശുവിനെ പോലും നിങ്ങൾക്ക് തരുവാൻ അവന് മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവനോടൊപ്പം യേശുവിന്റെ പാക്കേജിൽ കയറ്റി നിങ്ങൾക്ക് തരാൻ അവന് കഴിവില്ലേ? ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച മാവേലിക്കരയിലാണ്, അതിനുശേഷം ശനിയാഴ്ച പാലക്കാട്. ഈ 2 സ്ഥലത്തേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, ഒക്ടോബർ 4, 5, 6 തീയതികളിൽ തലസ്ഥാന നഗരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ വരികയാണ്. ഇപ്പോഴേ തയ്യാറാക്കുക. ആ 3 ദിവസത്തെ മീറ്റിങ്ങിൽ വന്ന് താമസിച്ച് പല സെഷനുകളിൽ അറ്റൻഡ് ചെയ്ത് അനുഗ്രഹത്തിൻ്റെ നിറവോടെ നിങ്ങൾക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാൻ കഴിയും. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ കഴിയുമെങ്കിൽ ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് തൈറോയിഡ് പ്രോബ്ലവുമായി ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ചിലരുടെ മേൽ കർത്താവെ നിൻ്റെ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശ്വാസകോശത്തിൽ ഷാലോ ബ്രത്ത് എടുക്കുന്ന, നന്നായിട്ട് ശ്വസിക്കാൻ കഴിയുന്നില്ല, ഷാലോ ആയി മാത്രം ബ്രീത്ത് എടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി ആ പ്രശ്നമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ക്ഷയരോഗം സൗഖ്യമാകട്ടെ. അപസ്മാരം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കുസുമം എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ശരീരത്തിലുള്ള പലവിധ രോഗങ്ങൾ ഇപ്പോൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക രോഗസൗഖ്യം ആ ശരീരത്തിലേക്ക് ഇപ്പോൾ വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നട്ടെല്ലിൻ്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് അത്ഭുതകരമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറച്ചധികം നാളായി പക്ഷേ കുറയാതെ മൂർച്ഛിച്ചിട്ടുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥികളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഓരോ ശരീരങ്ങളിലും ഇപ്പോൾ നടക്കുന്നതിനാൽ നന്ദി പറയുന്നു. വിശ്വാസത്താൽ കൈകൾ ഇതിലേക്ക് നീട്ടിപ്പിടിച്ചു. നിങ്ങളുടെ പ്രത്യേക വിവരം ഒന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ രോഗസൗഖ്യം വിടുതലുകളും ഇപ്പോൾ നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പുസ്തകങ്ങൾ ആശിഷ് മാരി, അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ഡയറി
ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം. മാത്രമല്ല നമ്മുടെ പുതിയ പുസ്തകങ്ങൾ, പുതിയ ചില DVD ഒക്കെ തയ്യാറായി വരികയാണ്. അതുകൊണ്ട് ഗെറ്റ് റെഡി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈബിൾ ആൻഡ്യുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം, യേശു തെക്കേ രാജ്ഞി എന്ന് പറഞ്ഞിരുന്നത് ആരെക്കുറിച്ചാണ്? ഹൂ ഡിഡ് ജീസസ് സേ ആസ് ദി ക്യൂൻ ഓഫ് ദി സൗത്ത്? ഓപ്ഷൻസ്: എ ഇസബേൽ, ബി ഷേബ രാജ്ഞി, സി എസ്തേർ, ഡി വസ്തി രാജ്ഞി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത്. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. LMS കോമ്പൗണ്ട് തിരുവനന്തപുരം. ഒക്ടോബർ 4, 5, 6 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484422211. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv.